എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ചിക്കമംഗളൂരിനടുത്തുള്ള കളസയിലാണ്. കളസയിൽ കാപ്പി എസ്റ്റേറ്റിനകത്തുള്ള ഒരു വീട്ടിലാണ് നമ്മുടെ ഇന്നത്തെ പാചകം. അതെ, വീട്ടിലല്ല, നമ്മുടെ അടുക്കളയിലെ പാചകം. നമ്മുടെ അടുക്കളയിലെ പാചകം. പക്ഷെ നമ്മൾ കാപ്പി എസ്റ്റേറ്റ് നടുക്കുള്ളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. വീടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. വീടിന്റെ മുറ്റത്ത്. ഇപ്പോൾ നമ്മുടെ മെയിൻ കുക്ക് ഡ്യൂട്ടി തുടങ്ങി. തന്നെ ചെയ്യേണ്ട പണിയല്ല, ഇത് കയ്യാളുടെ കൊടുക്കുക. എന്നെ പറയാനാ, കയ്യാളൊന്നും നമ്മുടെ കൂടെ കൂടുതൽ എന്നെ കഴിക്കണ്ടേ, വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് വലിയ ഭാഗമില്ല. ഇല്ലാതെ എത്രയും പെട്ടെന്ന് അടുപ്പേ കയറ്റാന്നുള്ളൂ. അതല്ല ചേട്ടായി, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ പീസിന്റെ അളവ് നോക്കിയാലേ പൊടി ഇടാൻ പറ്റത്തുള്ളൂ. വിളിച്ചില്ലെന്നേ കയ്യാളെ ഒന്നും, നേരെ വന്ന് തന്നെ എടുത്തങ്ങ് പാചകം തുടങ്ങുക. ആ ഒരു കാര്യത്തിൽ പിന്നെ രാജേഷിന് വലിയ ഭാഗമില്ല. അതെ, ആരും നോക്കത്തില്ല. കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, ആരും വിശന്നിരിക്കല്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. ആരും വിശന്നിരിക്കുന്നല്ല, കൊച്ചച്ച വിശന്നിരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ കൊച്ചച്ച അല്ലാണ്ടാവും. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റിയല്ല, അതുകൊണ്ടാണ്. വിശന്നാ ഞാനല്ലാതായി പോയി. എനിക്ക് ചെറിയ വിറയലൊക്കെ വരും. അതിന് ചേട്ടനും അനിയനും അതെ ഒരേ ഇതാ. വിറയിൽ വരുന്ന തന്നെ സൂര്യൻ അടുത്ത് നിൽക്കുന്നുണ്ടാണ്. അതുകൊണ്ടല്ല വിശന്ന് കഴിഞ്ഞാല്. അതല്ല, അന്നും പറഞ്ഞ ഒറ്റക്കല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും വെച്ച് തരുന്നത്. അതെ, അത് ശരിയാ. ആ നല്ല മനസ്സാരും കാണാണ്ട് പോരുത്. ചുറ്റും കാപ്പിത്തോട്ടമാണ്. അപ്പൊ ഇത് ഈ വീട് സ്ഥലമൊക്കെ സണ്ണിച്ചാറിൻ്റെയാ. സണ്ണിച്ചാറിൻ്റെ അച്ഛൻ്റെ കാലത്ത് അങ്കമാലിയിൽ നിന്ന് വന്ന ആൾക്കാരാ അല്ലേ? അച്ഛൻ അങ്കമാലിയിൽ നിന്ന് വന്നാൽ ഇപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന സണ്ണിച്ചാറിനൊക്കെ. അപ്പോൾ സണ്ണിച്ചാറിന് നമ്മുടെ ഫാമിലി മെമ്പറാണ്. സണ്ണിച്ചാറിനും ചേച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെച്ച് കണ്ടപ്പോൾ ഞങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്യണം. അപ്പം സൂര്യയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കാപ്പിത്തോ എസ്റ്റേറ്റിനകത്ത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. അത് നടന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ ഇന്ന് എന്നാണേലും ഉണ്ടല്ലോ, നിങ്ങൾ കുക്ക് ചെയ്യരുത്. രാജേഷ് സ്പെഷ്യൽ മട്ടൻ കറിയായിരുന്നു. മട്ടൻ കറിയും ചോറും. ചിക്കൻ കറി ആയിക്കൊണ്ടുണ്ട്. അയ്യോ, ചിക്കൻ ഞങ്ങൾ 2 നേരം ചിക്കനായിരുന്നു. ആണോ? ഇവിടുത്തെ സ്പെഷ്യൽ? ആണോ? സിക്സറോ? ഇവിടുത്തെ സ്പെഷ്യലാണോ? അതെ, രൂപ സ്പെഷ്യൽ. ചേച്ചിയുടെ പേര് രൂപ എന്നാ കേട്ടോ. ഇവിടെ രാജേഷ് സ്പെഷ്യൽ മട്ടൺ ഇവിടെ റെഡിയാവുന്നു. ചിക്കൻ അവിടെ എല്ലാം സ്പെഷ്യലായിരുന്നു. മട്ടൻ കഴുകി കഴിഞ്ഞ് നമുക്ക് ചില വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെക്കാം. അതെ, ഇതെന്തിനാ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ? ഇതോ, ഞാൻ ആട്ടിറച്ചിക്ക് ചെറിയൊരു മൊശട് മണമുണ്ട്. അപ്പോൾ ഇത് കുറച്ചു നേരം വെളിച്ചെണ്ണ തിരുമ്മി വെച്ചാൽ നമ്മൾ കറിക്ക് ആ മണം വരികയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കയറി വരും. അതിനാ രണ്ടുപേരെ ഇവിടെ സവോള പൊളിക്കാൻ ഏൽപ്പിച്ചു. സവോള ഞാൻ പൊളിക്കും, സത്യചേട്ടൻ അരിയും. അരിയാൻ വേറൊരാളുണ്ട് ഇവിടെ, മിടുക്കൻ. അരിയാൻ പറ്റിയ മെയിൻ ഒരാളുണ്ടായിരുന്നല്ലോ. മിടുക്കത്തിരി കയറ. ഇത് അരിയണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ട്രെയിനിയാണോ സച്ചിച്ചേട്ടനെന്ന്? സച്ചിന് ഒരു കുടുംബജീവിതമൊക്കെ വേണ്ടതല്ലേ? ഓ ശരിയാ. ജീവിതത്തിലെ ശാന്തതയ്ക്കും സമാധാനത്തിനും ഉള്ളി അരിയാനൊക്കെ പഠിക്കുന്നത്. മേഘാലയ പോയപ്പോ ചോദിച്ചാൽ മതി. മേഘാലയ പോയപ്പോ ഞാൻ അരിഞ്ഞു. അല്ല, കറക്റ്റിന് അരിയായിരുന്നു. ഞാനിങ്ങനെ ചോദിക്കുക, എങ്ങനെ ഇതൊക്കെ പഠിച്ചു? സച്ചിന് എന്നാന്നറിയോ, ഈ മുമ്പിലോട്ടുള്ള ഒരു ഇതുണ്ട്, നോട്ടമുണ്ട്. എന്നാ പറയുന്നത്, മുൻകൂർ ദീർഘവീക്ഷണം. സവോളക്ക് നോവും. കുനുവിനാന്ന് പറഞ്ഞോണ്ട് അളവ് നോക്കുക. ഇങ്ങനെ അരിയാണെങ്കിൽ കറക്റ്റായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്യോ. ഇങ്ങനെ പിടിക്കേണ്ടത്. ഇങ്ങനെ കത്തി ഒന്ന് ചെരിച്ച് പിടിച്ചേച്ച് അരിഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇങ്ങനെ അതല്ല, എത്ര ഡിഗ്രി ചെരിക്കണം? ഇങ്ങനെ. ഓക്കെ, ചൂണ്ടുവിരലുണ്ടല്ലോ നമ്മുടെ, അത് ശകലം ഫ്രണ്ടിലായിട്ടാ നിൽക്കാവുള്ളൂ, മറ്റേ 2 വിരലുകളായിട്ട്. അപ്പൊ നഖം മുറിഞ്ഞു പോകും. ചൂണ്ടുവിരലിനേക്കാളും മുന്നോട്ട് നഖമുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഇത് ഈ കത്തിക്ക് മൂർച്ച പോലെ. എന്നാ കയറാൻ മടിയായിട്ടിരിക്കുക എല്ലാവരും. അതുള്ളല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇടിക്കും കേട്ടോ. അത് നീ ഇടിച്ച് ചതച്ച് എന്തേലും ചെയ്തോ? കത്തിക്ക് മൂർച്ച കൂട്ടുന്ന സാധനം ഇരിക്കുമല്ലോ, അവിടെ നിൽക്കുവോ? അതാരാ? കൊച്ച. ഇല്ല, റെസ്റ്റ് എടുത്തോ. ഇത് ഞാൻ അരിഞ്ഞോളാം, കുറച്ച് കഴിയുമ്പോ പരിഹാരം. തേങ്ങ അല്ല, ചിരണ്ടിക്കൂ. പൂളൻ. പിന്നെ വിപുലമായിട്ടുള്ള കുക്കിംഗ് ആണല്ലോ. നമ്മളിപ്പോൾ അവിടെ വെച്ച് കണ്ടായിരുന്നു ടിറ്റോ, നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു, ഫാമിലി ആയിട്ട്. പേര് പറഞ്ഞു? ശാലോ. ശാലോ. എത്രയല്ല പഠിക്കുന്നത്?
പഠിക്കുന്നത് ഞാൻ നാലില്ല ഞാൻ ആലോചിക്കായിരുന്നു. അല്ല മനസ്സിലാക്കാണല്ലോ എത്രയിലാന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന്. ഇത് ചേച്ചിയുടെ പേരെന്താ? റിൻസി. ലിൻസി. ഓക്കേ. മോന്റെയോ? സാവിയർ സാവിയോ അല്ല കേട്ടോ, സാവിയോ ടിറ്റോ തോമസ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു എപ്പോഴും കണ്ടുമുട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഇത് പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ തന്നെ വന്നു. നാട്ടിൽ തന്നെ വന്നു. ഞാൻ നിങ്ങളെ തപ്പി ഒരു പ്രാവശ്യം വേലൂരൊക്കെ വന്ന് കാണാൻ പറ്റിയില്ല. അന്ന് നമ്മൾ വേലൂര് വന്നില്ലേ, അത് നേപ്പാൾ ചിക്മംഗ്ലൂരിൽ നിന്ന്. അന്ന് ഇവിടുന്ന് അവിടെ വന്നു നമ്മളെ കാണാൻ വേണ്ടിട്ട്. അന്നേരത്തെ നമ്മൾ അവിടുന്ന് പോയായിരുന്നു. കണ്ടതിൽ ഭയങ്കര സന്തോഷം. നാട്ടിൽ തന്നെ വന്ന് കാണാൻ പറ്റിയല്ലോ. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് പുറത്ത് വല്ലതൊക്കെ ഒന്ന്. ഇവിടെ ഒത്തിരി പ്ലേസസ് ഉണ്ട് കാണാനായിട്ട്. സാരമില്ല, ഇനിയും വരുന്നുണ്ട്. ഇത് കോട്ടയംകാരനാ കേട്ടോ, ചിങ്ങാമനോ. മഴ ചാറുന്നുണ്ട് കേട്ടോ. ഞങ്ങള് മഴയും കൊണ്ടാ വന്നേ. അപ്പൊ അല്ല, മഴ കൂടുകയാണെങ്കിൽ അകത്തോട്ട് കയറിയാൽ മതി. അതെ, മഴ പെയ്യട്ടെ. അപ്പോഴേ മഴ കൂടുന്നുണ്ട്. അതെ, അകത്തേക്ക് മാറണമെന്ന് തോന്നുന്നു. അകത്തേക്ക് മാറണം. നമുക്ക് മറ്റേ മുകളിലത്തെ പടുത ഇങ്ങോട്ട് വലിച്ചു വെച്ചാൽ, പക്ഷെ അന്നേരം ഒരു സൗകര്യം കാണത്തില്ല. വലിച്ചു വെക്കാം, വേണേ അതിലേക്ക് കെട്ടാം വേണമെങ്കിൽ. ഒരെണ്ണം അവിടെ കെട്ടാം, ഒരെണ്ണം ഇവിടെ കെട്ടാം. അത് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എന്ന് ആദ്യം വാഗമണ്ണ് പോയപ്പോ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ അതിങ്ങോട്ട് വലിച്ചു വേണേ കെട്ടാം. സമയം പോകും. ഞാൻ നോക്കുമ്പോ അതോട്ട് സമയം പിന്നെ അകത്തോട്ട് തന്നെ കയറാം. കുക്കിംഗ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഭാഗ്യമില്ല, ഞങ്ങളുടെ കുക്കിംഗ് ഇന്നലെ കുഴപ്പമൊന്നും. അതെ, കറക്റ്റ് ആയിരുന്നു. അതെ. അപ്പോഴേ അടുക്കള അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എണ്ണയൊക്കെ ചൂടായിരുന്നു. നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് പരിപാടി തുടങ്ങിയേക്കാം. വെള്ളം വീണായിരുന്നു, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. കടുക് പൊട്ടുന്നതല്ല. ഇപ്പൊ പൊട്ടാൻ തുടങ്ങി. അതെ, എന്തെങ്കിലും മറന്നുപോയാന്ന് ഇവിടെ നോക്കി നിക്കണോ? ഒന്നും നോക്കണ്ട, എല്ലാം ഞാൻ റെഡി ആയിക്കോളാം. അത് ഇന്നലെ ഞങ്ങള് കണ്ടായിരുന്നു. ഇന്ന് കുക്കിന് കുറച്ച് ഉത്തരവാദിത്വം കൂടും. ഫേവറേറ്റ് ഡിഷാണേ ഉണ്ടാക്കുന്നത്. എനിക്കധികം വേണ്ട കേട്ടോ, ഞാൻ അധികം കഴിക്കത്തില്ല. കുറച്ച് കഴിച്ചാൽ മതി. ഇത്രയും പേരില്ല നമ്മള്. അതിനുള്ള ഉള്ളായിരിക്കും. അതെ, എല്ലാരും കുറച്ച് കഴിച്ചാ മതി. കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് തന്നെ കേട്ടോ. നാളെ തുടങ്ങി നോൺ വെജ് ഇല്ല, ഞാൻ ഉറപ്പിച്ചു. പച്ചക്കറിയേ ഉള്ളൂ. വെജിറ്റേറിയൻ. എന്താ തവി കണ്ടില്ല, അതാ ഓക്കെ. വെജിറ്റേറിയൻ എന്നാ പറഞ്ഞേ. വെജിറ്റേറിയൻ എന്നാ പറഞ്ഞേ. ഞാൻ ഫിൽറ്റേറിയൻ കേട്ടു. തവി എന്തിയാ? വെളിയിലോട്ട് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. തവിയുണ്ട്. വെളിയിൽ നിന്ന് എല്ലാ സാധനവും ഇങ്ങോട്ട് എടുത്തു. എല്ലാം എടുത്തു. അപ്പൊ വറ്റൽമുളകൊക്കെ മൂത്ത് വന്ന് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. തീ കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. ഓ ഇല്ല, അതെ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ട് നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി നാളായി രാജേഷിന്റെ മട്ടൻ കറി കൂട്ടിയിട്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട്. പിന്നെ രാജേഷ് ബ്രോയ്ക്ക് മട്ടൻ കറിക്ക്. രാജേഷിന്റെ മട്ടൻ കറിക്ക് ഉപ്പ് കണ്ടില്ല എടുക്കാൻ പറഞ്ഞിട്ട് കണ്ടോ, കൊക്ക് അതിന്റെ അടുത്ത് കയ്യാള് കറക്റ്റ് ആയിട്ട് നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കണം. ഈ സാധനം എല്ലാം മാറ്റി വെച്ചാൽ പിന്നെ നമ്മൾ മറന്നു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്, പടപെടാന്ന് എടുത്ത് ഇടാൻ പറ്റും. മഴ പെയ്ത് മുത്തേക്കായാലും ഇതുകൊണ്ട് അകത്തേക്ക് കയറും. ഞാൻ മഴ പെയ്യുന്നതിന് മുന്നേ കയറി പോകുന്നത് തൂളാൻ തുടങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു. മഴ പെയ്ത് കഴിയുമ്പോ റഷായി പോകും, പിന്നെ എല്ലാരും കൂടി ഇടി അകത്തോട്ട് കയറാൻ. ഇതാകുമ്പോ സുഖമായിട്ട് ആദ്യം കയറിയെങ്കിൽ പോലെ. സവോള എല്ലാം നല്ലപോലെ വഴന്നു വരുന്നുണ്ട്. അപ്പൊ ദേ നാളെ ദോശയ്ക്കുള്ള അരി നേരത്തെ വെള്ളത്തിലിട്ടു. അപ്പൊ ദേ അതെല്ലാം കുതിർന്നു. ഇനി നമുക്ക് അരച്ചു വെക്കാം. അരി വിടുന്നുണ്ടോ? നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴേ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മട്ടൻ മസാല, എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം പാകത്തിന് എടുത്തിട്ടുണ്ടോ? പാകത്തിന്. ഇതൊക്കെ പറഞ്ഞാലേ ഇവിടെ മട്ടൺ എന്നാ വിലയായിരുന്നു? മട്ടന് 800 രൂപ കിലോ. 800 രൂപ. ആ, നാട്ടിലെത്ര? നാട്ടിൽ 1000 രൂപ. ഇവിടെ ഇപ്പം സണ്ണിച്ചേട്ടൻ പറഞ്ഞേ, നമ്മളാ മേടിച്ച സ്ഥലത്ത് അവിടെ ഏറ്റവും നല്ല മട്ടൻ കിട്ടുന്ന സ്ഥലം. അതെ, നമുക്കിത് അറിയത്തില്ലായിരുന്നു. നമ്മൾ കറക്റ്റ് വന്ന് കണ്ടു മേടിച്ചു പോകും. അതെങ്ങനെ അവിടെ കിട്ടുമെന്ന് അറിഞ്ഞാ ചോദിച്ചേ. അവിടെ നല്ല മട്ടൻ കിട്ടുന്നതാണ്. ഇവിടെ ആൾക്കാർ അവിടെ പോയാ മേടിക്കുന്നു പറഞ്ഞു. മസാല എല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴേ മസാല എല്ലാം മൂത്ത് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അല്ല വിസിലേ,
ഈയിടെ എല്ലാം പായസ പരിവായിരുന്നു ചോറ്. അതിന്ന് ശരിയാക്കും. അതൊന്നും ആകത്തില്ല, അതൊക്കെ റെഡിയാക്കി തരാം. ആ അതിനാന്നോ 2 ദിവസം സൂര്യ ചോറ് വെച്ചത്. ഇന്ന് ഞാനാ വെച്ചേക്കുന്നത്. ആഹാ. വീട്ടിലെന്ത് ഇത് ഏട്ടനാ. വാർത്ത കൊച്ചേ അതാ. വീട്ടിൽ വെക്കുമ്പോ പായസം ഒന്നും ആവുമല്ലേ, ചോദിച്ചു നോക്കില്ലേ? പക്ഷെ അതെന്നാ അതിന്റെ കണക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ ഈ വാർക്ക ഇത് വിസില് അത് അടിച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി, ഒത്തിരി നേരം ഇരിക്കരുത്. ഒരു വിസിലേ ഉള്ളെന്ന് ഞാൻ ഈയിടെ പറഞ്ഞു. ഒരു വിസിലേ ഉള്ളൂ. ആ അപ്പൊ അതായത് ഒത്തിരി നേരം ആകാതെ ഇതിങ്ങനെ തുറന്നു വിടണം, എന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ വെക്കുമ്പോ ഇതുപോലെ പായസം ആണോ? അല്ല പിന്നെ പായസം ആയത്? എടാ രാജേഷേ, കുഴപ്പമില്ല. രാജേഷേ, എന്തോ സൂര്യയുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ആ വേണമെങ്കിലുണ്ടല്ലോ കുറച്ച് അത് ആ വിടുന്ന അമ്പ് തിരിച്ച് നിനക്കിട്ട് നേരെ വരും, നിനക്കിട്ട് തന്നെ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആണോ? ആ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇന്ത്യ അടപ്പ് ഇതാ പലരും അടുക്കള കയറിയുള്ള കുഴപ്പമില്ല, അതിലെ മാറ്റിക്കൊണ്ട് വെക്കും. പെട്ടെന്ന് ആയിക്കോട്ടെ. എത്ര നേരമായി? എത്ര നേരം ഇത് തീർന്നു? ബീൻസ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. കണ്ടോ എന്നാ ചെറുതായിട്ട് അരിയുന്നെന്ന് നോക്കിയേ. ഞാൻ ആദ്യം അത്രയും ചെറുതാക്കണ്ടായിരുന്നു, ശേലോടെ വലുതായിട്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ ആദ്യം പഠിച്ചത് ബീൻസ് അരിയാനാ. ആ ആദ്യം കുക്ക് ചെയ്യാൻ പഠിച്ചല്ലേ? ആ ആ ഒരു തേങ്ങാമൂടെ ചേരണോ? തേങ്ങ നീ എന്തിനാ? അല്ല പായസം ഉണ്ടാക്കുമെന്നല്ലേ പറഞ്ഞു. അതാണോ നീ കുക്കർ തുറന്ന് നോക്കണം. നീ ഇപ്പം ഇതിന് ഇപ്പം ഇതിൽ കൂടുതൽ പയറിനെക്കാട്ടി കൂടുതൽ തേങ്ങ ഇപ്പൊ. സാധാരണ ഇവർ എന്നും ഇങ്ങനെ തന്നെ തോരൻ വെച്ചാൽ അതിനകത്ത് തേങ്ങാത്തോരനാ മൊത്തം. ഇന്നെന്താ പകുതി തേങ്ങ ഇടുന്നുള്ളൂ. അങ്ങനല്ല, തേങ്ങയിട്ട് അല്ലല്ല എന്തായിരുന്നു പറയുന്നത്, ബീൻസ് ഇട്ട തേങ്ങാത്തോരൻ, പിന്നെ എന്താ അതെ അവിയലുണ്ടാക്കിയാലും അങ്ങനെ. അതിനകത്ത് തേങ്ങാത്തോരൻ്റെ അകത്ത് അവിയലിട്ടു, എല്ലാത്തിലും അങ്ങനെ. മലയാളികളുടെ ജീവനാടിയ തേങ്ങയും വെളിച്ചെണ്ണയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ അങ്ങനെ പുച്ഛിക്കാൻ പാടില്ല. അതെ അല്ലേ? അതെ, അങ്ങനെയല്ല, അവഗണിക്കാൻ പാടില്ല, എല്ലാത്തിലും പ്രത്യേകിച്ച് കോട്ടയംകാരുടെ. കുഴപ്പമില്ല, ചോറ് വറുത്തേക്കാം. പായസം ഒന്നും ആയില്ല. ഇല്ലല്ലേ? ഇത് സമ്മന്തി അരച്ചോ കേട്ടോ, ചമ്മന്തിക്ക് അരച്ചോ തേങ്ങ. അല്ല അത് ഞാൻ തോരൻ എടുത്തു. ആ അതല്ലേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആവി പറത്തി കളയുമായിരുന്നു. അല്ല പറത്തു അല്ലായിരുന്നു, തുറന്നു വിടുക, തുറന്നു വിടുമായിരുന്നു. പേരക്ക ഇവിടുന്ന് പറിച്ചാ ഉണ്ട്. പിന്നെ കടുങ്കാപ്പിയോ? കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ആരാ ചോദിച്ചേ? ഉണ്ണിക്കോട്ടെ. ചേട്ടൻ ഇവിടെ ഒരു കഞ്ഞി. സണ്ണിച്ചേട്ടനാണോ കഞ്ഞിവെള്ളം? കഞ്ഞിവെള്ളം. വേണ്ട. അപ്പൊ മട്ടനൊക്കെ അടുപ്പേ കയറ്റിയിട്ട് മെയിൻ കുക്ക് കുറച്ച് ഓഫീസ് വർക്കിന് പോയി. അപ്പൊ ഇനി എനിക്ക് തോരൻ വെക്കണം. ഇനി എന്റെ ഡ്യൂട്ടി ഇടക്ക് മട്ടനും ഇളക്കി വെക്കണം, തോരനും വെക്കണം. അപ്പൊ ഇതേ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു. ഇതേ കടുകും പൊട്ടി. ഇനി നമുക്കിതേ ഇന്ന് തോരൻ ബീൻസും ക്യാരറ്റും കൂടിയാ, അത് ഇട്ട് കൊടുക്കാം. കാറ്റ് പേരിന് ഒരെണ്ണം അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് മതിയെന്നേ. ഇട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതെ, നമ്മുടെ ബീൻസും സവോളയും ക്യാരറ്റും കൂടെ വാടിയിട്ടുണ്ട്. നമ്മളിതേ തേങ്ങായും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. അരച്ചാൽ ജസ്റ്റ് ഒന്ന് ചതച്ചു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനേ കുറച്ചേറെ പച്ചമുളക് കൊടുത്തായിരുന്നു, ഇതിനും കൂടെ ഉദ്ദേശിച്ചാ കൊടുത്തത്. അത് മുഴുവനും മട്ടൻ കറിയിൽ ഇട്ടെന്നാ തോന്നുന്നത്. ആ ഞാൻ അറിഞ്ഞില്ല, നല്ല എരിവായിരിക്കും. എന്റെ തോരൻ റെഡിയായി, ഇനി വാങ്ങിയാ മതി. മട്ടൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഉടനെ തന്നെ വാങ്ങാം. എന്തോ വേറെ ആവുന്നു ആണോ? അപ്പൊ എന്റെ തോരൻ വാങ്ങി, ഇനി അത് അടച്ചു വെച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് കറി മട്ടൻ റെഡി. ഇത് തോരൻ ശരിക്കും തേങ്ങാത്തോരനാണല്ലോ. ചേട്ടായി പ്രത്യേകം പറഞ്ഞത് തേങ്ങ കുറച്ചിടണോന്ന്. ആണോ? അതുകൊണ്ടാണോ ഇത്രയും കൂട്ടിയിട്ടേ? ഇട്ട് വന്നപ്പോ കൂടിപ്പോയി. സാരില്ല, എന്തായാലും റെഡിയായി. ഇവിടെ നമ്മുടെ മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ വാങ്ങി വെക്കാം. ശകലം പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാങ്ങിയേക്കാം. മട്ടൻ കറിയൊക്കെ റെഡി ആയപ്പോ എല്ലാരും അകത്തോട്ട് പോയി. എല്ലാരും കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, അപ്പം മട്ടൻ കറി റെഡി. മല്ലിയില ഇടാത്തോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മല്ലിയില ഇടുന്നുണ്ട്, പറയുണ്ട്. അയ്യോ, രക്ഷപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ സമ്മതിക്കില്ല അല്ലേ? എന്നാ പോട്ടെ, ഇന്നത്തെ ഒരു ദിവസം മല്ലിയില ഇടുന്നില്ല. എനിക്കുള്ള മാറ്റിട്ടിട്ടോ, അതെനിക്ക് വിഷയമില്ല. തനിക്ക് വേണ്ടി ഇടുന്നില്ല, പോട്ടെ. അല്ല, എനിക്ക് കുറച്ച് മതി, അതാ ഞാൻ മതി, എനിക്ക് കുറച്ച് മതി മട്ടൻ. അപ്പൊ എനിക്കുള്ള എടുത്തിട്ട് ബാക്കി അങ്ങ് ഇട്ടു. അതെന്നാന്നോ, ഇടയ്ക്ക് ചലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ടേസ്റ്റ് നമുക്ക്. ഞാൻ വേണേ ഇപ്പൊ പച്ചക്ക് ഇപ്പം കറിയിൽ ഇടാതെ ഞാനത് കഴിച്ച് കാണിക്കാം. വേണ്ട, കഴിഞ്ഞ കാണിച്ചു, ഒരു പ്രശ്നവുമില്ല. ഞങ്ങള് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ റെഡിയായി. അപ്പം അവരവിടെ കുളിക്കാൻ പോകുന്നുള്ളു, അച്ഛൻ കൊച്ചൊക്കെ. അപ്പം ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചു. ലേഡീസ് ഫസ്റ്റ്. അതെ, അതിന്റെ ഒരു സമയം 10:45, നല്ല വിശപ്പുണ്ട്.
അപ്പൊ ഞങ്ങള് രൂപ ചേച്ചി ഇങ്ങോട്ട് പൊക്കി. അതെ, ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കാന്ന് വെച്ചു. അപ്പൊ അവരെല്ലാരും കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇരുന്നോളൂ. അപ്പൊ ഞങ്ങള് കഴിക്കാം. രൂപ ചേച്ചിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞു, കാരണം രൂപ ചേച്ചി കഴിക്കുന്ന സമയം കഴിഞ്ഞു. രൂപ ചേച്ചിയുടെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ചിക്കൻ 6-7. ചിക്കൻ 6-7. ചിക്കൻ 65 എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ചിക്കൻ 67? 6. ഇവിടെ ഇങ്ങനെ വിളിക്കുന്നതാ ഇവര്. എന്താ ഇങ്ങനെ വിളിക്കുന്ന പേര് ചിക്കന്? ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി അതൊന്നും ഉപയോഗിക്കാറില്ല ഞങ്ങൾ. ഞാൻ ഫസ്റ്റ് മുളകുപ്പൊടി, പിന്നെ വിനാഗിരി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. പിന്നെ അത് കുക്കാകാൻ വെക്കും. ചിക്കനും കംപ്ലീറ്റ്ലി കുക്കായി പിന്നെ ഇന്നൊരു വെസലിനകത്ത് കറിവേപ്പില, പിന്നെ ഗ്രീൻ ചില്ലി അത് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സാക്കി ഡ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ സോയ സോസ് വയ്ക്കും, ക്യാപ്സിക്കം, പിന്നെ ക്യാപ്സിക്കം വീഴും. നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്യാം. ലേസി ചിക്കൻ മാതിരി ഒന്നും പണിയില്ല, വലിയ പണിയൊന്നുമല്ല, പെട്ടെന്ന് റെഡി ആവുന്നത്. ഇതാണ് ചിക്കൻ 6. മട്ടൻ കറി കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട് മട്ടൻ കറി. ഇവിടെ മട്ടൻ ഇങ്ങനെയാണോ വെക്കുന്നത് അതോ? ഇല്ല, വേറെ രീതിക്ക്. അതിന്റെ റെസിപ്പി പറയണം, ട്രൈ ചെയ്യാം. അതെ, അതിന്റെ റെസിപ്പി ഞങ്ങൾ പറഞ്ഞു. ശരി, പറഞ്ഞു. ഇച്ചിരി മട്ടൻ കറി ഇങ്ങട്ടെ. കുറച്ച് മതി. എനിക്ക് മട്ടൻ അധികം കഴിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് എടുത്തോളാം. അയ്യോ, ഇത് ഒത്തിരി ഉണ്ടല്ലോ. നിങ്ങൾ കഴിച്ചില്ലേ മട്ടൻ കറി? കഴിച്ചില്ലേ? നിങ്ങൾ കഴിച്ചില്ലേ? ആ, അപ്പൊ നിന്റെ മട്ടൻ കറി മോശം. കഴിച്ചു, ഇത് നല്ലായിരുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നാ പറയുന്നത്. മട്ടൻ കറി മോശമായിരുന്നു, ഇനിയും വെച്ച് തരണ്ട, അതുകൊണ്ട് നല്ലതായിരുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നാണ്. അതെ, സണിച്ചേട്ടാ ഇതൊന്ന് നോക്കിയേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. സണ്ണിച്ചേട്ടൻ കഴിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാം. ബാക്കി എല്ലാരും എന്നും കഴിക്കുന്ന. സണ്ണിച്ചേട്ടന് എരിവ് ഇഷ്ടമല്ലായിരിക്കും അല്ലേ? ഇതിന് ഇച്ചിരി എരിവ് കാണും. അല്ല, ഇത് അത്ര എരിവ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ണി എന്നാ പറഞ്ഞ ഫൈബർ കുറവുണ്ടെന്നോ? അല്ല, ഇത് കൂടുതലാണ്. നല്ലതല്ലേ ബീൻസിനകത്ത്? ആ, ഞാൻ്റെ അടുത്ത് കുറവുണ്ടെന്നോ, ഇച്ചിരി കുറവുണ്ട്, എന്നാൽ ഇച്ചിരി കൂടുതൽ ഇട്ടോളാൻ പറഞ്ഞ പോലെ. അങ്ങനെ തന്നെയാ പറഞ്ഞേ. ആ, ഇത് ചേട്ടന്റെ ആനന്റെ കഥ ഉണ്ട്. ആന കഥ അത് പറയാം. ഇന്ന് രാവിലെ ആന വന്ന് വണ്ടിയെ തള്ളിയെന്നാണ് സച്ചു പറയുന്നത്. അതെ, എന്നറിയോ, രാവിലെ എണീറ്റപ്പോഴത്തേക്കും എണീറ്റെന്ന് വെച്ചാല് 4 മണിയായപ്പോ അലാറം അടിച്ചു. വണ്ടിയുടെ മറ്റേ സെൻട്രൽ ലോക്കിന്റെ സൗണ്ട്, ഒരു കുലുക്കവും വന്നു. അത് ഇപ്പൊ മാത്രമല്ല, പല സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ട് താക്കോൽ ഇത് ഇവിടെ വെച്ചു. ഞാൻ കൊണ്ട് ഉണ്ണിയുടെ കൊണ്ട് ഇന്നാ പിടിച്ചോ, ക്യാബിനല്ലേ കട, ഇന്നാ പിടിച്ചോ, ഇറങ്ങണമെങ്കിൽ തുറക്കണമല്ലോ, താക്കോലൊന്നും വേണ്ട, നീ കൊള്ളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ട് താക്കോലോടെ വെച്ചു. ഇവൻ എന്നിട്ട് അത് മറന്നുപോയി. രാവിലെ 4:10 ഉണ്ണി പതുക്കെ 3-4 പ്രാവശ്യം ഇവനെ വിളിച്ചു. ഫോൺ ഇവിടെ ഇരുന്ന് വല്ലടിച്ച് അറിഞ്ഞില്ല, എടുത്തില്ല. സച്ചിനെ വിളിച്ചോ, സച്ചിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ്, എയർപ്ലെയിൻ മോഡാക്കിട്ട്. അപ്പം ഉണ്ണി എന്നാ ചെയ്തു, ഇത് ലോക്ക് ചെയ്തേക്കാണല്ലോ, അവിടെ നിന്ന് അങ്ങ് തുറന്നിറങ്ങി. ഇത് കിടന്ന് അലാറം അടിച്ചു. അല്ല, തലേദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പുണ്ടല്ലോ പറഞ്ഞ വെച്ചാൽ ഇവിടെ ആന വരും, ആനപ്പെണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ നോക്കാം വണ്ടി ഒരു കുലുക്കവും വണ്ടി ഇങ്ങനെ കുലുക്കി. അല്ല, അതിനിടയ്ക്ക് എനിക്കൊരു സംശയം സച്ചിനോട് ചോദിക്കാനുണ്ട്. സച്ചി ഒന്നും കിടക്കുമ്പോ ഇങ്ങനെ എയർപ്ലെയിൻ മോഡിൽ ഇടാറുണ്ടോ? ഇല്ല, ഇന്നലെ മാത്രമേ ഇട്ടുള്ളൂ. അതിന് ഇന്നലെ മാത്രമേ ഇട്ടത്? അല്ലേ, എല്ലാരും ഇവിടെ കിടക്കുമല്ലേ? അതെ, അതൊന്നും അല്ല സംഭവം. 2 കേസ് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല, ആരും വിളിക്കാനും ഇല്ല, വെറുക്കാനും ഇല്ല. ഇതൊക്കെ നമുക്കറിയാം, ഇവിടെ കിടന്ന് ഉരുണ്ടതാ. അതെ, അടിച്ചു മാറ്റി പോവാ നോക്കി. എന്നിട്ട് അപ്പൊ വണ്ടി ഇങ്ങനെ ഒന്ന് ഇളവുകയും ചെയ്തു. സച്ചു ഓർത്ത് ആന വന്ന് തള്ളുന്ന അതാ ഈ അലാറം അടിക്കുന്ന സച്ചു ഓർത്തെ. പക്ഷെ എനിക്ക് അന്നേരം സംഭവം മനസ്സിലായി. ഉണ്ണി ഇത് തുറന്ന് രാവിലെ 4:10 മുള്ളാൻ ഇറങ്ങിയതാ. അല്ല, ഇനി ഞാൻ വീട്ടിലാണേലും ഉണ്ടല്ലോ, 4 മണിയാകുമ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നേരം വാതില് തുറന്ന് വെളിയിൽ ഇറങ്ങും. ഇത് അറിയാവുന്നോണ്ടാ താക്കോല് കൊണ്ട് കൈ തന്നെ, അന്നേരം വേണ്ടെന്ന് പറഞ്ഞു. എടാ, അന്നേരം വേറെ കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആ രാത്രിയിലാണ് ഉറങ്ങുന്നത്. അന്നേരം നല്ല ക്ഷീണമുണ്ട്. എല്ലാരും രാത്രിയിലാണ് ഉറങ്ങുന്നത്. അല്ല, ഞങ്ങൾ അവിടുന്ന് വണ്ടി പിടിച്ചു വന്നല്ലേ. വേറൊരു കാര്യം കേക്ക്. അത് ശരിയാ, നിങ്ങള് ഞങ്ങളോ മുത്ത് രാവിലെ 10 മണി കേൾക്കുന്ന ആളാ. ഈ അലാറം കേട്ട് മുത്ത് ചാടി ഏറ്റു. അപ്പം ആന ഓർത്തിട്ടാണെന്ന് അറിയത്തില്ല, എന്നാലും ചാടി ഏറ്റു. അപ്പൊ എനിക്ക് അന്നേരം ഇത് സംഭവം മനസ്സിലായി. അപ്പം ഇവൻ എന്നിട്ട് താക്കോൽ എവിടാന്ന് ഇവൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞ അവിടെ ഇവൻ ഇവിടെ ഇങ്ങനെ കിടന്നേ,
ഇവിടെ അല്ലേ കിടന്നേ? എനിക്ക് ആ ഈ ജനലിനകത്തോടെ നോക്കുമ്പോഴത്തേന് ഈ കസേരയായിരുന്നു ബെല്ലടിക്കുന്ന ആളാണ്. ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എടാ താക്കോല അവിടെ, നീ അതൊന്ന് പക്ഷെ വേറെ കാര്യം ഓപ്പൺ ചെയ്യേ. ഈ ഉറക്കപ്പിച്ചിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഈ വാല് തുറന്നിട്ട് അവനെ വിളിച്ചാൽ മതിയായിരുന്നു. അതിനാ ഞാൻ അവിടെ ഇങ്ങോട്ട് ഫോൺ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു എടാ താക്കോല അതിന്റെ മുകളിൽ, ഇത് ഈ നമ്മുടെ ചെരുപ്പ് സ്റ്റാൻഡിന്റെ മുകളിൽ ഇരിപ്പുണ്ട്, നീ അത് ഓപ്പൺ ചെയ്ത് എടുത്താൽ മതി, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ഇവനെ അന്നേരം എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പണിയും ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ അവൻ ലോക്കും ചെയ്തു. വീണ്ടും തുറക്കുമ്പോ വീണ്ടും 2 തവണ കേട്ടില്ലായിരുന്നോ? ലോക്ക് ആയിട്ട് ഉണ്ണി വേളി കളിക്കുക. വീണ്ടും അവൻ ലോക്ക് ചെയ്തു. അയ്യോ, ഞാൻ 4 മണിക്ക് നല്ല ഉറക്കത്തില് ഞാൻ ചാടിയും ടൈം നോക്കി എന്റെ വണ്ടി ഇവിടെ ഉണ്ടോന്ന് നോക്കി. അയ്യോ, അത് ഇന്നാളും ഇതുപോലെ നമ്മൾ എവിടെ പോയി കിടന്നിട്ട് ഉണ്ണി ഈ പറഞ്ഞ പോലെ രാവിലെ ഏറ്റു. അന്ന് ഇതുപോലെ മറ്റേ സിക്കിമില് എന്നാ പറയാ, എനിക്ക് ഇതിന്റെ ഞാനിങ്ങനെ നിങ്ങളുടെ കൂടെ ഇതിനകത്ത് അധികം അങ്ങനെ രാത്രിയിലൊന്നും വന്ന് കിടന്നിട്ടില്ലല്ലോ. എനിക്ക് അതിന്റെ സിസ്റ്റം ഒന്നും അറിയത്തില്ല. അവിടെ ക്യാബിനകത്ത് എന്നാന്നോ, ഉണ്ണിക്ക് 4 മണിക്ക് ഉറക്കം തെളിയും, അന്നേരം ഇറങ്ങി ഒന്ന് മൂത്രം ഒഴിക്കണം. ഇതറിയാവുന്നതുകൊണ്ടാ താക്കോല് കൊണ്ട് കൈ കൊടുക്കുന്നത്. അന്നേരം വേണ്ട, ഏത് താക്കോല് കൈ വെച്ച ഉത്തരവാദിത്വമായല്ലോ, ഉത്തരവാദിത്വം വെക്കാൻ കഴിയല. അയ്യോ, അച്ചു വെറുതെ ആന വന്നള്ളുന്നായിരിക്കും. കാരണം അങ്ങനെ തലേദിവസം പറഞ്ഞ അച്ചു മേടിച്ചിട്ട് അവിടെ ഇരുന്ന് അർജുനൻ ബൽഗുനം ചൊല്ലാൻ തുടങ്ങി. ചണിച്ചേടാ മട്ടൻ കറി കാണുന്നുണ്ട്, എരിവ് ഇച്ചിരി കൂടുതലുണ്ട് അല്ലേ? വലിയ എരിവില്ല. ഉണ്ടോ? അല്ല, വലിയ എരിവില്ല. സച്ചു ചേട്ടൻ മാത്രല്ല, ഞാനിവിടെ അലാറം അടിക്കുന്നിട്ടുണ്ട്. ഇതെന്താ, ഞാൻ ചാടി എണീറ്റ് അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ നേരെ തിരിച്ചിടുന്നു. ചുറ്റു ആനയാണോ? ഞാൻ പറഞ്ഞു അല്ല, ഉണ്ണിച്ചേട്ടനാ. ഇട്ടോടനെ ഷട്ടറൊക്കെ ആ സൈഡിൽ നിന്ന് പൊക്കി, ആനയാണോ സമയത്ത്? അതിനാന്ന് വെച്ചാൽ അവിടെ ആന വരും എന്നുള്ള ഇതില്ലേ എല്ലാരും അങ്ങനല്ലേ ഓർത്ത് കിടക്കുന്നേ. തലേദിവസം ശരിക്കും പറഞ്ഞ ആനപ്പിണ്ട അവിടെ കിടപ്പുണ്ട്, പണ്ടൊരു തരി കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ പറയുകയും ചെയ്തു, ഇന്നലെ ആനപ്പിണ്ട കിടപ്പുണ്ടെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആനയാണോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ. എന്നാന്നറിയോ ഇതിനകത്ത് സത്യാവസ്ഥ എന്നാന്നറിയോ? അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമല്ല, ആ അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന പിണ്ട ഇട്ടത്. ആനപ്പിണ്ടം കണ്ടിട്ടാണ് കാട്ടാനയാണ്. പോരാത്തതിന് വരുന്ന വഴി മൊത്തം വനമായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് ആനയാന്ന് വിചാരിക്കുമല്ലോ. സത്യത്തില് സംഭവിച്ചത് ആ അമ്പലത്തിൽ അവിടെ ഒരു ഗോപുരം കണ്ടായിരുന്നോ? ആ അമ്പലത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാ. ഞാൻ ചോദിച്ചു, അവിടുത്തെ രാവിലെ വന്ന പണിക്കാരോട് ചോദിച്ചു, നമ്മൾ ഇവിടെയും ആനയൊന്നും ഇല്ലെന്ന്. നാട്ടിലാണ് ഫ്ലെക്സ് ഉണ്ടായിരുന്നെ, ഇവിടെ അതും ഇല്ല. അതെ, അതുകൊണ്ട് അറിയത്തില്ല ആരാന്ന്. പാത്രമെല്ലാം കഴിവെച്ചോ? കഴി ചെറിയൊരു പണി കിട്ടി. സൂര്യ പോയി കിടക്കുന്നതിന് മുമ്പായിരുന്നു എളുപ്പമുണ്ടായിരുന്നു. സൂര്യ കഴിക്കൊണ്ടായിരുന്നു. ആ, സൂര്യയൊക്കെ അവിടെ പോയി വീട്ടിൽ പോയി കിടന്നു, ഉറക്കം പിടിച്ച്. വനിതകളെല്ലാം അങ്ങോട്ട് പോയി. അല്ല, എന്താണെന്നറിയോ, സാധാരണ ട്രിപ്പിന് പോകുമ്പോണ്ടല്ലോ രാജേട്ടൻ ആദ്യമേ പ്ലേറ്റ് കഴുകി വെക്കും. ഇത് പ്ലേറ്റ് ഇവിടെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ചേട്ടാ പ്ലേറ്റ് ഇവിടെ ഇരിക്കുക. അത് പറഞ്ഞു ഓക്കെ, എന്റെ പ്ലേറ്റ് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയത് സാധാരണ സൂര്യ ചേച്ചി വരാറില്ല ട്രിപ്പിന്, അപ്പം തന്നെ കഴുകി വെക്കും. സൂര്യ ചേച്ചി ഉള്ളത് കൊണ്ട് കഴുകാതെ അവിടെ ഇരിക്കുമായിരുന്നു. അതാണ്. അതൊന്നുമല്ല, ഞാൻ വെച്ചിട്ട് ഞാൻ ആ വേസ്റ്റ് ഇടാനായിട്ട് ഇതെടുക്കാൻ പോയി. അല്ല, അങ്ങനെയും പറയാം. അവനൊരു പഴം കൂടെ കഴിച്ചോ. പണിയായുധം കിട്ടി രാത്രിയിലത്തേനുള്ള. അപ്പഴേ എവിടെ കിടക്കുന്നേ? കഴിഞ്ഞ ദിവസം പോലെ ഞാൻ ക്യാബിനിലാണോ? അപ്പൊ ഇവന് ചെറിയൊരു ഇതുണ്ട് അതിനകത്ത്, അവന്റെ സ്വന്തം ഇടാന്ന് കരുതി ഞാനും കൈ കയറുക. താക്കോല് മേടിച്ചോട്ടോ. താക്കോല് വേണ്ട. വേറൊരു കാര്യമുണ്ട്, വെളിയിൽ ഇറങ്ങിയേക്കൽ രാവിലെ. ഇവിടെ ഒരു പട്ടിയുണ്ട്. ആ ചേട്ടൻ സണ്ണിച്ചേട്ടൻ പറഞ്ഞാന്നറിയോ, പശുവിനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ച് കടിച്ച് കയറി കൊന്നു കഴിഞ്ഞിട്ടേ അവനെ അടങ്ങുള്ളൂ പറഞ്ഞേ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രാവിലെ പണി ഉണ്ടാക്കി. എൻ്റെ വീട്ടിലും പട്ടിയുണ്ട്. ആ പട്ടിയല്ല ഇത്. ഓരോരുത്തരും ഓരോ സ്വഭാവം, അത് ഓർത്തോണം. നാടൻ പട്ടിയോളം വരുമല്ലോ ഒന്നും. ഒന്നും പറയാൻ പറ്റിയല്ല. എന്നെ ആണല്ലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തെ ഓർത്ത് രാവിലെ 4 മണിക്ക് 5 മണിക്കൊന്നും എന്നെ വിളിച്ചു. മുമ്പേ പറഞ്ഞു 6 മണിയാകുമ്പോൾ വിളിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞു. 6 മണിക്ക് എഴുതാ ഓക്കെ, ഈ 4 മണിക്കൊന്നും വിളിക്കല്ലേ ദൈവത്തെ. വിളിച്ചില്ല, ഇവനൊന്നും 6 മണിക്കൊന്നും കേൾക്കത്തില്ല, എനിക്കറിയാം. സമയം ഒരുപാടായി, നമുക്ക് കിടന്നുറങ്ങാം. ഇന്ന് വിരി വെച്ചേക്കാം. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.